ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ടാൻജൻറ്റിലെ അവസാന ഭാഗങ്ങളിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലെ ഫസ്റ്റ് പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ആദ്യം ചെയ്യുന്നത്. അതിൽ ലാസ്റ്റ് പേജിൽ വരുന്ന ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിക്കാം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 7 cm, 8 cm and 9 cm ആൻഡ് ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ. കാൽക്കുലേറ്റ് ഇറ്റ്സ് റേഡിയസ്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻ സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ എല്ലാ സൈഡും ടച്ച് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റുന്ന വൃത്തം, ഇതാണ് ഇൻ സർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് 7, 8, 9 സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ആദ്യം ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. ആദ്യം 9 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. 9 സെൻറ്റിമീറ്ററിൽ ശേഷം കോമ്പസിൽ 7, 8 എന്നീ അളവുകൾ എടുത്തിട്ട് ആർക്ക് വരയ്ക്കുക. ആദ്യം 7 എടുത്തിട്ട് ഒരു ആർക്ക് വരച്ച് ശേഷം 8 സെൻറ്റിമീറ്റർ എടുത്ത് ഒരു ആർക്ക് വരയ്ക്കുക. രണ്ട് സൈഡുകളിലേക്കും കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ 9, 7, 8 സെൻറ്റിമീറ്ററിൽ വരുന്ന വൃത്തം കിട്ടും. ഇനി നമ്മൾ ഏതെങ്കിലും രണ്ട് കോണിന് നമുക്ക് സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രണ്ട് കോണിന് ബൈസെക്ടേഴ്സ് വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈസെക്ടേഴ്സ് വരയ്ക്കാൻ അതിന് ചെറിയൊരളവിൽ ഒരു ആംഗിൾ മാർക്ക് ചെയ്യുക രണ്ട് സൈഡിൽ നിന്ന്. ഇനി അതിനെക്കാട്ടും കുറച്ചും കൂടി കൂട്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു ആർക്ക് ഇവിടെ നിൽക്കും ഇവിടേക്കും വരയ്ക്കുക. രണ്ടും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ ഈ സൈഡിൽ നിന്നും ആർക്ക് വരയ്ക്കുക. കൂട്ടി യോജിപ്പിക്കുക. നമുക്ക് രണ്ട് സർക്കിളും കൂട്ടി മുട്ടുന്ന ഒരു പോയിന്റ് കിട്ടും. രണ്ടും കടന്നു പോകുന്നത് ഇതും ഇവിടെ നിന്ന് കിട്ടും. വേണം കുറച്ചൊന്ന് നീട്ടി വരയ്ക്കാം. ഇത് രണ്ടും ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പെർപെൻഡിക്കുലറായിട്ട് ലൈന് മാർക്ക് ചെയ്യുക. ആ ലൈൻ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടുന്ന് താഴോട്ട് ഇത്രയും ഭാഗം ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. ആ പെർപെൻഡിക്കുലർ എന്ത് ചെയ്യുക, കോമ്പസിൽ അളന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, സർക്കിൾ വരയ്ക്കാൻ. പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ചെരിച്ചെടുത്ത് കഴിഞ്ഞാൽ സർക്കിളിൻ്റെ പുറത്തേക്ക് പോകും. അപ്പോൾ സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു 3 സൈഡിനും ടച്ച് ചെയ്യുന്ന എന്ത് വരയ്ക്കാൻ പറ്റി, സർക്കിള് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഇതാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. എന്ന് പറഞ്ഞാൽ ചോദ്യം ഞാൻ ആദ്യം എന്ത് ചെയ്യാം, വായിക്കാം. ഡ്രോ എ റോംബസ് ഓഫ് സൈഡ് 5 cm ആൻഡ് വൺ ആംഗിൾ 50 degree ആൻഡ് ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ. വശങ്ങളുടെ നീളം 5 സെൻറ്റിമീറ്ററും ഒരു കോൺ 50 ഡിഗ്രിയുമായ സമഭുജ സാമാന്തരികം വരച്ച് അതിൻ്റെ അന്തർവൃത്തം വരയ്ക്കുക. അപ്പോൾ ഇതാണ് ഒരു സമഭുജ സാമാന്തരികം എന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു ആംഗിൾ 50 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും, 180. 50 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 130. അപ്പോൾ ആദ്യം എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്, വശത്തിൻ്റെ നീളം എത്രയാണ്, 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യം 5 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ച് ഇനി എന്ത് ചെയ്യുക, ഈ ഇവിടെ നമുക്കൊരു ആംഗിൾ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, 50 ഡിഗ്രി. അപ്പോൾ ഇവിടെ നിന്ന് വെച്ച് 50 ഡിഗ്രി മാർക്ക് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. എത്ര സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 5 സെൻറ്റിമീറ്റർ. അപ്പോൾ കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ ആണെന്ന് ഇവിടെ നിന്ന് ആർക്ക് ഞാൻ വരയ്ക്കുക, 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്ററായി, 50 ഡിഗ്രി ആയി. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 130 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആദ്യം പ്രൊട്ടാക്ടർ ഉപയോഗിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു 130 ഡിഗ്രി മാർക്ക് ചെയ്യുക.
140 130 ഡിഗ്രി മാർക്ക് ചെയ്യുക. ശേഷം എന്ത് ചെയ്യുക, കൂട്ടി വരയ്ക്കുക. കൂട്ടി വരയ്ക്കുമ്പോൾ 5 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് കറക്റ്റായിട്ട് എടുക്കുക. 5 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇത് 5 സെൻറ്റിമീറ്റർ, 5 5. അതേപോലെ ഇവിടെ എത്ര സെൻറ്റിമീറ്റർ ഉറപ്പിക്കുക, 5 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് ഉറപ്പിക്കുക, ഉറപ്പായിരിക്കും. രണ്ടും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി, 50 ഡിഗ്രി, ഇവിടെ 130 ഡിഗ്രി. എന്ത് ചെയ്യുക, അതിൻ്റെ വികരണങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. വികരണങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിച്ച് അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ സെൻറ്റർ ഉണ്ടെങ്കിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് ഒരു ലൈന് വരച്ചിട്ട് അത് കോമ്പസിൽ അളക്കുക. കോമ്പസിൽ അളക്കുക. കോമ്പസിൽ അളന്നിട്ട് ഒരു സർക്കിൾ എന്ത് ചെയ്യുക, വരയ്ക്കുക. അപ്പോൾ നമുക്ക് 3 സൈഡും ടച്ച് ചെയ്യുന്ന ഒരു സർക്കിൾ എന്ത് ചെയ്യും, കിട്ടും. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ഒരിക്കലും നമ്മൾ അളവ് എടുക്കുമ്പോൾ ഇനി ചെരിച്ചിട്ടുള്ള ലെങ്ത് ഒന്നും എടുക്കാൻ പാടില്ല. ഇനി എടുത്തിട്ട് കഴിഞ്ഞാൽ ആ സർക്കിൾ വരച്ച് പോകുമ്പോൾ സർക്കിളിൻ്റെ പുറത്തേക്ക് കൂടെ എന്ത് ചെയ്യും, വരയ്ക്കും. കൂടുതലും ഡയറക്റ്റായിട്ട് വരച്ചിട്ട് പെർപെൻഡിക്കുലർ പോലെ വരച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യം മൂന്നാമത്തെ ചോദ്യം ഞാൻ എന്ത് ചെയ്യാമെന്ന് വായിക്കാം, അതിനുശേഷം നമുക്ക് വരച്ചു തുടങ്ങാം ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഡ്രോ ആൻ ഈക്വലേറ്റഡ് ട്രയാങ്കിൾ ആൻഡ് എ സൈഡ് ആൻഡ് എ സെമിസർക്കിൾ ടച്ചിങ് ഇറ്റ്സ് 2 sides ആൻഡ് ആസ് ഇൻ ദ പിക്ചർ. ഒരു സമഭുജ ത്രികോണം വരച്ച് അതിൻ്റെ 2 വശങ്ങളെ തൊടുന്ന ഒരു അന്തർവൃത്തം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വരയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം, ഒരു സമഭുജ ത്രികോണം വേണം, എല്ലാ വശങ്ങളും തുല്യം, ഒപ്പം ആംഗിളുകൾ എത്രയായിരിക്കും, 60 ഡിഗ്രി. അപ്പോൾ ഞാൻ ഒരു 7 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ച് ഇനി 2 സൈഡിൽ നിന്നും 60 ഡിഗ്രി വെച്ചിട്ട് മാർക്ക് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ ഈ സൈഡിലും വയ്ക്കുക, 60 ഡിഗ്രി മാർക്ക് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. എത്ര സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് ഉറപ്പിക്കണം. 7 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 60 ഡിഗ്രി, 60 ഡിഗ്രി ആയിരിക്കും. ഇനി എന്ത് ചെയ്യുക, ഈ വശത്തു നിന്ന് താഴത്തേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ വരയ്ക്കുക. ശേഷം നമ്മൾ ഇതിലെ ഏതെങ്കിലും ഒരു വശത്തിൻ്റെ അളവും അളന്നിട്ട് എന്ത് ചെയ്യുക, ഒരു അന്തർവൃത്തം വരയ്ക്കുക. വരച്ച് നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ചിത്രം നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നമ്മളിന്ന് 3 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 3 നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്, വരയ്ക്കാനുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.